ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഹെയർ ഡൈ ഞാൻ പരീക്ഷണത്തിന് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ രാജേഷ് കുമാർ, എനിക്ക് എപ്പോഴും തെറ്റിപ്പോ, രാജേഷ് കുമാർ ഡോക്ടർ പറഞ്ഞൊരു ഡൈ ആണ്. ഇത് ഒരു മാസം വരെ നിൽക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് എല്ലാവരും പറയുന്നത്, ചെയ്തവര്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 8 പ്രാവശ്യം ചെയ്തേ പിന്നാണല്ലോ എനിക്കത് യൂസ്ഫുൾ ആയത്. പക്ഷെ അത് 10-15 ദിവസം ആകുമ്പോഴത്തേക്കും നരയെല്ലാം പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മാസം വരെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തിരുന്നു. അപ്പം നമുക്ക് നോക്കാം, ഒരു 8 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നല്ല ബ്ലാക്ക് ആവുന്നത്. എന്നിരുന്നാലും ഒരു മാസം നിന്നാൽ നമുക്ക് ഇതല്ലേ ഒന്നുകൂടെ നല്ലത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹെയർ ഡൈ ഇന്ന് തൊട്ട് പരീക്ഷിച്ച് തുടങ്ങി. അപ്പോൾ എന്താണേലും നിങ്ങളും ഇത് ചെയ്തു നോക്കുക. പരീക്ഷിച്ച് ചെയ്ത ദിവസം തന്നെ ഇവിടെയൊക്കെ നല്ല കറുപ്പ് തന്നെ ആയി. പക്ഷെ ഇവിടെ ഇച്ചിരി നരയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. എന്താണേലും 8 പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. പിന്നെ നമ്മുടെ പാചകവും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കുളി രാവിലെ അങ്ങല്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞായിരുന്നു കുളിച്ചത്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം കടലക്കറിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ അപ്പമായിരുന്നു കേട്ടോ. 2 അപ്പം നീലമ്മയ്ക്ക് കൊടുത്തായിരുന്നു രാവിലെ. അവൾക്ക് അപ്പം എന്ന് പറഞ്ഞാൽ ജീവനാ നീലുവിന്. അവനപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാലും 2-3 എണ്ണം കൊടുത്താൽ ദഹിക്കത്തില്ല. 2 എണ്ണേ കൊടുക്കും. ബാക്കി 2 എണ്ണം നല്ല പൂ പോലത്തെ അപ്പം കണ്ടോ. പൂ പോലത്തെ അപ്പമായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊക്കെ വരാറുള്ളൂ എനിക്ക് കേട്ടോ. അപ്പം അതും നീലുവിനും കൊടുത്തു. ഇനി വൈകിട്ട് നീലുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് 2 എണ്ണം. പിന്നെ ശകലം മാവ് അപ്പത്തിന്റെ മിച്ചം ഞാൻ വിചാരിച്ചു അതിനകത്തോട്ട് ഇച്ചിരി ശർക്കരയും എല്ലാം കൂടെ കലക്കി തേങ്ങയും കൂടെ അരച്ചിട്ട് വെള്ളയപ്പം പോലെ വട്ടയപ്പം പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കുന്നു. സമയം ഉണ്ടെന്നുണ്ടെ ഉണ്ടാക്കാം. പിന്നെ ഉച്ചക്കലത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറായി. ചക്കക്കുരു മാങ്ങി, നല്ല ചെനച്ച മൂവാണ്ടൻ മാങ്ങ ഉള്ളതുകൊണ്ട് ചക്കക്കുരു മാങ്ങി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ചക്കക്കുരു മാങ്ങയും കറിയും വെച്ചു. മാമ്പഴപ്പുളിശ്ശേരി ഇരിപ്പുണ്ട്, എന്നിട്ട് ചക്കക്കുരു മാങ്ങയും കറി വെച്ചിട്ടുണ്ട്. പിള്ളേർക്കും ചേട്ടനും ഒക്കെ ചിക്കൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ അതെ നമ്മുടെ ചീരത്തോരൻ ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ. ചീരത്തോരൻ നല്ല സൂപ്പറാട്ടോ, നമ്മുടെ ചീരയായതുകൊണ്ട് അത്ര ഉണ്ടാക്കി. നാരങ്ങ വെള്ളം ഇടയ്ക്ക് വെച്ചു. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പത്തിന് ഇച്ചിരി തേങ്ങ തരുമട്ടെ. അപ്പം ഞാൻ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പതുക്കെ ഇരുന്ന് പൊങ്ങട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി അപ്പത്തിൻ്റെ മാവ് അങ്ങോട്ട് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചാൽ മതി. അപ്പം ഞാൻ അതിന് മുമ്പ് ഒരു ഡൈ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് താളിയിട്ടിരിക്കുക കേട്ടോ. താളിയിട്ട് കഴുകി കഴിഞ്ഞിട്ടിരിക്കുവാണ്. അത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മുടെ സന്തോഷ് ഡോക്ടർ ഇല്ലേ, അല്ല രാജേഷ് ഡോക്ടർ പറഞ്ഞൊരു ഹെയർ ഡൈ ആണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഡൈ ഞാൻ പറഞ്ഞില്ല, നാച്ചുറൽ ഡൈ. ഇപ്പം അത് തന്നെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് കളറൊക്കെ. പക്ഷെ ആകെ 15 ദിവസം അങ്ങേ അറ്റം കിട്ടുന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ട് ആദ്യത്തെ പ്രാവശ്യമായിട്ടാണോ എന്നറിയത്തില്ല, ശരിക്കൊന്നും കറുത്തിട്ടില്ല കേട്ടോ. ഇതുണ്ട്, ഇവിടെ കറുത്തിട്ടില്ല, ഇവിടെയൊക്കെ നന്നായിട്ട് കറുത്ത് കേട്ടോ. കുറേ ഭാഗത്ത് കറുപ്പ് വന്നിട്ടുണ്ട്, കുറേ ഭാഗം കറുത്ത. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു മാസം നിൽക്കുമെന്നാണ് ഉറപ്പ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നന്നായിട്ട് കറുത്ത് കേട്ടോ. ഇവിടെയൊക്കെ കറുത്തു. ഈ ഭാഗത്തത് ഈ നടുക്കാണ് കറക്കാത്തത്. കുറച്ച് ഭാഗം കറക്കാതെ ഇരിപ്പുണ്ട്. അപ്പം ആദ്യത്തെ ഞാൻ ഫസ്റ്റ് നാച്ചുറൽ ഡൈ ചെയ്തില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 8 പ്രാവശ്യങ്ങളും ചെയ്യിപ്പിന്നാണ് കറുപ്പായത്. അതുപോലെ തന്നെ നമുക്കിത് നോക്കാം. നോക്കിയിട്ട് എങ്ങനെയാന്ന് ഒരു മാസം നിൽക്കുമെന്നുണ്ടെങ്കിൽ നമുക്കിതല്ലേ നല്ലത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനെല്ലാം ഉണ്ടാക്കി തേച്ചതിന് ശേഷമാണ് കേട്ടോ. കാരണം ഇന്ന് ടൈം ഒട്ടും കിട്ടിയിട്ടില്ല, തേച്ച് കാണിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി അവിടെ എടുത്ത് കഴുകി വെച്ചിട്ടില്ല, ചേട്ടനെ വിളിക്കുന്നത്. ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വേണം കേട്ടോ. ഇരുമ്പ് ചീനച്ചട്ടി എടുത്തു വെച്ചിട്ട് 2 സ്പൂണ് ആവശ്യത്തിന്, ഞാൻ 2 സ്പൂൺ എടുത്തോളൂ. 2 സ്പൂൺ കാപ്പിപ്പൊടി ഇടുക. 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ, അതായത് പാരച്ചൂട്ടാണെങ്കിൽ പാരച്ചൂട്ട്, വെളിച്ചെണ്ണ അല്ലാത്ത വെളിച്ചെണ്ണ, ഞാൻ ലൂസാണ് ഏതാണെങ്കിലും 2 സ്പൂൺ ഒഴിച്ചോളാണ് പറയുന്നത് ഈ കാപ്പിപ്പൊടിക്കകത്തോട്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. ഒരു നല്ല പുളിച്ച തൈര് ഒരു ആവശ്യത്തിന്, അതായത് ഇത് മിക്സ് ചെയ്യുമ്പം നല്ല കുഴഞ്ഞിരിക്കണം, മനസ്സിലായോ? ഇച്ചിരി ലൂസായിട്ടിരിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ അവിടെ വെച്ച് അടച്ചു വെക്കുക.
അപ്പോൾ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. മുടി എല്ലാ ഹെയർ ഡൈ ചെയ്യുമ്പോഴും മുടിയെ തരി പോലെ എണ്ണമയം കാണരുതല്ലോ. അപ്പം എന്നിട്ട് തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ താളി ഉപയോഗിച്ചേ കഴുകാവുള്ളൂ. വെറും വെള്ളത്തിൽ കഴുകരുതെന്നാണ് പറഞ്ഞേക്കുന്ന. താളി, അതായത് ചെമ്പരത്തിത്താളി ഉപയോഗിച്ച് കഴുകുക. കഴുകിയതിന് ശേഷം റിസൾട്ട് നോക്കുക. റിസൾട്ട് നോക്കി ഉള്ള റിസൾട്ടാണിത്. ഇവിടൊക്കെ കറുത്ത് കേട്ടോ, ഇവിടൊക്കെ ഒരുമാതിരി കുഴപ്പമില്ല, പക്ഷെ നടുക്ക് കറുത്തിട്ടില്ല. അത് 100% ഞാൻ പറയുന്നുണ്ട്. നടുക്ക് കറക്കും. അല്ല, ഇങ്ങനെ ഇത്രയും കറുപ്പ് ഉടനെ തന്നെ ചെയ്താൽ കിട്ടത്തില്ലല്ലോ. കാരണം മറ്റേ ഡൈയും നമ്മൾ ചെയ്ത് ബ്ലാക്ക് കളറ് കിട്ടിയതാണല്ലോ. അപ്പം ഈ ഡൈ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇന്ന് ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ 1 പ്രാവശ്യമായി. അപ്പോൾ ഇത്ര റിസൾട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് തന്നെ നോക്കാം. എൻ്റെ ചേട്ടൻ്റെ പുതിയ തോർത്തെല്ലാവരും നോക്കിക്കേ. ഈ തോർത്ത് ഇതുപോലത്തെ തോർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ചേട്ടൻ കളയത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്ന. അത്ര ഇഷ്ടമുള്ള തോർത്താണേ. എങ്ങനെയുണ്ട് ഈ തോർത്ത്? അപ്പം ഞാൻ നമ്മുടെ കള്ളപ്പോ എന്തപ്പാ അത്, എന്തപ്പാണില്ല വട്ടയപ്പം അല്ലേ, അത് ഞാൻ അടുപ്പത്താക്കി ഇതോ നമ്മുടെ ഇതിനകത്ത് വെച്ചേക്കുന്നുണ്ടോ കണ്ട. അതിനകത്തൊരു തുളതുളയുള്ള ഒരു ആവി ഇങ്ങനെ ഇത് വരുന്ന ഒരു അപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു തട്ടുണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ട് പാത്രത്തിനകത്ത് വെച്ച് പാത്രത്തിലൊഴിച്ച് അതിൻ്റെ മണ്ടേ വെച്ച് അടച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ എൻ്റെ കമ്മൽ റിങ് ഇട്ടിട്ട് എല്ലാവരോടും പാവ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കൂട്ടുകാര് കുറച്ച് ആൾക്കാർക്ക് എന്നോട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയാന് അത് ചേരത്തില്ല എന്ന്. പക്ഷെ ഒറിജിനലായിട്ട് പറഞ്ഞോളാം ഞാൻ പറഞ്ഞിട്ട് 2-3 കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ചേരുന്നത് വേറെ കുഞ്ഞു കമ്മല മറ്റേ ടൈപ്പാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിസ്മയ ചെപ്പും എന്നോട് പറഞ്ഞു ചേച്ചി ചേരത്തില്ല ചേച്ചി ഇങ്ങനെ. പിന്നെ നമ്മുടെ ശ്രീജൂസ് കിച്ചൻ പറഞ്ഞു. പിന്നെ കുറേ 2-3 പേര് വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേരത്തില്ല. അപ്പം എനിക്ക് തന്നെ സ്വന്തമായിട്ട് അറിയാതെ ചേരത്തില്ല. ഞാൻ അന്നേരം തന്നെ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എടുത്ത എൻ്റെ ഷോർട്ട് നോക്കി അറിയാം. ഞാൻ ഈ കമ്മലായിരുന്നു ഷോർട്ടിനകത്ത് ഇട്ടുക. ഇതൊരു വേറൊരു കുഞ്ഞു റിങ്സ് ആട്ടോ. ഇതൊരു റിങ്സ് ആണ് ഇതാ. അപ്പൊ ഇതൊന്നും ഞാൻ ഇടാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള റിങ്സ് ഒക്കെ മാറി മാറി ഇടാം നമുക്കല്ലേ. പിന്നെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അതെനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആ ഹെയർ സ്റ്റൈൽ ആ റിങ്സിന് ആ ഹെയർ സ്റ്റൈൽ കൊള്ളായിരുന്നു. പ്രീതി ദിലീപ് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കഥകൾ പറഞ്ഞു. ഉള്ള സത്യം പറഞ്ഞാലൊന്നും നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സത്യം പറയുന്നതല്ലേ നല്ലത്. അതിന് അല്ലാണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കുണ്ട് ചില ഡ്രസ്സൊക്കെ ഇട്ട് ചിലപ്പോൾ മുടിയൊക്കെ കെട്ടി വരുമ്പോൾ നമുക്ക് ചില കമ്മൽ നമുക്ക് ഇഷ്ടമാവും. ചിലപ്പോൾ മോന്തക്കെട്ട് നോക്കി 2 തൊഴി കൊടുക്കാൻ തോന്നും ചില കമ്മലൊക്കെ ഇട്ട് വരുമ്പോൾ അല്ലേ. വീട്ടിൽ നിൽക്കുമ്പോൾ എന്നാൽ ചിലപ്പോൾ നല്ല ഭംഗി ഉള്ള ഭംഗിയൊക്കെ ഒരുവിധം ഭംഗിയൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും. എല്ലായിടത്തും പോകുമ്പോൾ ആ ഭംഗി ദേഷ്യം വരും. കണ്ടാതാണ്ട് പൊട്ടിയിലും കൊടുക്കാൻ തോന്നും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നാണ് ചൂടായതുകൊണ്ട് നമ്മുടെ കുക്കുംബർ ഇതവിടെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൗദി അറേബ്യയിൽ കുക്കുംബർ അരിഞ്ഞ്. അപ്പോൾ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഇത് സബോളയും കൂടെ അരിഞ്ഞ് ഉച്ചയ്ക്ക് എടുക്കും. അപ്പം അതിനെ അരിഞ്ഞു വെക്കണം. അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇന്ന് കമൻറ്റിനകത്ത് ആരെങ്കിലുമൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കമൻറ്റിനകത്ത് കിടപ്പുണ്ട് ഷീല ശ്യാം SHYM. അതെൻ്റെ ഭയങ്കര പ്രിയപ്പെട്ട ഫ്രണ്ടാണ്. പിന്നെ ഒരു ഷീല സാമാണ് എന്നോട് എപ്പോഴും അടിയിടാൻ വരുന്നത്. സാം SAM സാം കേട്ടോ. ഷീല ശ്യാം അല്ല, അതെൻ്റെ കൂട്ടുകാരി തന്നെയാണ്. എപ്പോഴും എനിക്ക് സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടുള്ള കൂട്ടുകാരിയാണ്. ഷീല സാം SAM അതാണ് എന്നോട് അടിയിടുന്നത്. അപ്പം ഞാൻ ഇന്നലെയാണോ മിനിഞ്ഞാന്നത്തെ വീഡിയോ അല്ലേ മുഖം നല്ല ഗ്ലോയൊക്കെ വന്ന് വെളുക്കുന്ന ഒരു വീഡിയോ പറഞ്ഞില്ലായിരുന്നോ, അതിനകത്ത് പുള്ളിക്കാരി പറയാണ് എഴുതിയേക്കുവാണ് ആരും ചെയ്യത്തില്ലെന്ന്. ആരും ചെയ്യണ്ട അല്ലേ, ആരും ചെയ്യണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരും ചെയ്യണം എന്നുള്ളത്. എൻ്റെ കൂട്ടുകാരെല്ലാവരും ചെയ്തോളും, അതെനിക്കറിയാം. എന്തിനാ ഇങ്ങനെ കോഴിപ്പോര് പോലാണ് ഈ പണ്ട് എവിടെയോ സ്ഥലങ്ങളിൽ കോഴിപ്പോര് ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല കോഴിയെ. 2 കോഴികൾ തമ്മിൽ അടിയിടത്തില്ല എന്ന് പറഞ്ഞ പോലാണ്. ഞാൻ അടിയിടാൻ വരുന്നില്ല എൻ്റെ ഷീല സാമിനോട് കേട്ടോ. ശ്യാമല്ല കേട്ടോ, അത് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയാണ്. പിന്നെ ഒരു ജയലക്ഷ്മി എന്ന് പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നേ. കണ്ണിനടിയിലെ കറുപ്പ് മാറാനുള്ള കാപ്പിപ്പൊടിയും തേനും കൂടെ ഉള്ള ടിപ്സ് അടിപൊളിയാണ്. ശരിക്കും ഞാൻ പറയുന്നത് അതൊക്കെ കേട്ടോ. എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. 10 ദിവസം ചെയ്യുമ്പോഴേ അത് മാറ്റം വരും. ഭയങ്കരമായിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ദിവസം ചെയ്യണം. അത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഇത്ര ദിവസം ചെയ്യണം വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് എന്ത് ദിവസം ചെയ്യാവോ, അതിന്റെ ഇത് പറയണേ. ഞാനപ്പോൾ വീഡിയോയിലും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഇതൊന്നും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല, ഒന്നുമില്ല. ചുമ്മാ മെസ്സേജ് വിട്ടിട്ട്
ആയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പം ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല അല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യാൻ നോക്കും അല്ലേ? ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ മിക്കവർക്കും കമൻറ്റിന് മറുപടിയും വിടാറുണ്ട് ഓരോന്നും പറഞ്ഞുള്ളത്. പിന്നെ സമയം കിട്ടാത്തതിന് മാത്രമേ ലവ് സൈൻ വിട്ടിട്ട് പോകുന്നത്. ആ ഷോർട്ടിനാണ് മിക്കവാറും ലവ് സൈൻ വിടുന്നത്. പിന്നെ ഇന്ന് ഇടുന്ന വീഡിയോയ്ക്ക് ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ കുറേ ആൾക്കാരുടെ കമന്റ് നോക്കിയിട്ട്, ഉച്ചയ്ക്കല്ല രാത്രി കിടക്കുമ്പോൾ നോക്കിയിട്ട് അതിന് മറുപടി വിടും. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും അതിനും കുറേ പിന്നെ വിടുന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇനി വൈറ്റ് സ്റ്റുഡിയോയും കൂടെ എടുത്ത് നോക്കട്ടെ, പഴയ വീഡിയോയുടെ ആരുടെയെങ്കിലും കമന്റ് ഉണ്ടോന്ന് കേട്ടോ. അപ്പം ഞാൻ വൈറ്റ് സ്റ്റുഡിയോ പോയി നോക്കിയപ്പോൾ അതിനകത്ത് വിൻസി ബോബി ചോദിച്ചിട്ടുണ്ട്, മുടി വോളിയം ചെയ്താൽ എത്ര നാൾ നിൽക്കുമെന്ന്. മുടി വോളിയം ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ മൂത്ത ചേച്ചിക്കോ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് അവളുടെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ എൻ്റെത് സൂക്ഷിക്കാഞ്ഞിട്ടാണോ എന്നാ നിർത്തല, എനിക്ക് ഒത്തിരി നാളൊന്നും നിൽക്കുമെന്ന് തോന്നില്ല. പക്ഷെ വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. പക്ഷെ ഒത്തിരി ഇതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല കേട്ടോ. പെട്ടെന്ന് മാറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ചീകി നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയെല്ലാം കഴിയുമ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്ത പോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര നാളെന്നുള്ളത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ സത്യം പറഞ്ഞാൽ ഇരിക്കുന്നു കേട്ടോ. ഞാൻ എണ്ണയൊക്കെ തേക്കുന്നുണ്ട്. എനിക്ക് അവരുടെ സിറമൊന്നും പറ്റത്തില്ല. ഞാൻ പാരച്ചൂട്ടാ, പക്ഷെ അവളും പാരച്ചൂട്ടൊക്കെ തേക്കുന്നത്. അവളുടെ പക്ഷെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്രയും വലിയ ഇതില്ല. ബെൻസിക്കുട്ടി എനിക്ക് അത്ര അറിയത്തില്ല. അതുകൊണ്ട് എന്താണേലും അവളുടെ 1 വർഷമായി കേട്ടോ. എനിക്ക് 1 വർഷം പോയിട്ട് 1/2 മാസം പോലും ആയിട്ടില്ല. അല്ല 6 മാസം പോലും ആയിട്ടില്ല. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. മറ്റുള്ളവർ നോക്കുമ്പോഴേ എൻ്റെ മുടിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഏറ്റവും ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെയൊക്കെ നരയുണ്ട് ശകലം കുറച്ച് കേട്ടോ ചെയ്തിട്ട്. പക്ഷെ നമുക്കൊന്നുകൂടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഇത് മറ്റേത് 8 ദിവസം 8 പ്രാവശ്യം ചെയ്തപ്പോൾ ശരിയായത്. ചിലപ്പോൾ ഇതും അങ്ങനെ ആയിക്കഴിയുമ്പം 1 മാസം നിന്നാൽ നമുക്ക് ഇതല്ലേ നല്ലത്. അതുകൊണ്ട് എന്താണേലും നമുക്ക് മുമ്പോട്ട് ഇത് ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.